കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം എന്താണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും ആകാംക്ഷയാണ്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ഞായറാഴ്ച, അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മളെന്തായാലും നേരെ ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന്, കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് പ്രദക്ഷിണമായിട്ട് ആലിനെ പ്രദക്ഷിണം ചെയ്ത് നമുക്കിങ്ങനെ വരാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള ആ ഒരു അത്തിമര ഗണപതിയെ ഒന്ന് പോയി കണ്ട് തൊഴുത് നേരെ നമുക്കിങ്ങനെ വരാം. ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ കൊടിമരത്തിൻ്റെ അപ്പുറത്ത് ആ വലിയ ബലിക്കല്ല് കാണാം. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായി ലക്ഷ്മി ദേവീനെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. പീഠം കാണാം, കെടാവിളക്ക് കത്തി നിൽക്കുന്നത് കാണാം. അതുപോലെ വലതേ സൈഡിൽ ആദ്യം കാണുന്ന ആ തൂണ് നോക്കിയിട്ട് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, നെയ്വിളക്കിൻ്റെ, അതായത് സ്വർണ്ണ വിളക്കിൻ്റെയും വെള്ളി വിളക്കിൻ്റെയും വെളിച്ചത്തിൽ നെയ്യ് ഒഴിച്ചിങ്ങനെ കത്തിക്കുന്നതിൻ്റെ പ്രകാശത്തിൽ ഭഗവാന്റെ ആഭരണങ്ങളും കൂടി തിളങ്ങുമ്പോഴേ വളരെ രസമായിട്ട് നന്നായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നോക്കി അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്താ വെച്ചാൽ, കാൽവളകൾ കണ്ടു. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അരമണി അങ്ങനെ കണ്ട് കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. പട്ടുകോണക ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, പട്ടുകോണകാണ്. അതേപോലെ അരമണിയുടെ ആ നൂലിങ്ങനെ കിങ്ങിണി നൂലിങ്ങനെ താന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ കുഞ്ഞുമ്പ ഇങ്ങനെ വീർത്തെണ്ണു നന്നായിട്ട് യശോദാമ്മ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടേ അതേപോലെ ഇവിടുത്തെ നേദ്യമൊക്കെ കഴിച്ചു നോക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാലയും ഒരു മുല്ലമുട്ടുമാലയുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട് കാണുന്നത്. അത് ചാർത്തിയിട്ടുണ്ട്. ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്. കയ്യിൽ നോക്കുമ്പോൾ വെണ്ണ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, താമരയുണ്ട് കേട്ടോ. ഒരു താമരപ്പൂവും പിടിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് നൃത്തം, നല്ല രസമുള്ളത് താമര. അതേമാതിരി ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അങ്ങനെ ആ പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അത് കിരീടമൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് തിരുമുടിമാല ഇങ്ങനെ 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതും, അതേപോലെ വെളുത്ത പൂവും തെച്ചിയും തുളസിയും കൂടിയതും. അതേപോലെ വലിയൊരു 2 ഉണ്ടമാലകളുണ്ട്. തെച്ചിയാണ് കൂടുതലുള്ള ഒരെണ്ണത്തിൽ, കുറച്ച് തുളസി. പിന്നെ ഒന്നിൽ വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടിയിട്ട് ഒരു താമരയൊക്കെ ഉണ്ട് അതിൽ. നല്ല രസമായിട്ടുള്ള ആ ഒരു അലങ്കാരമാണ്. പിന്നെ വിധാനമായിട്ട് തുളസിമാലകൾ ഇങ്ങനെ 4-5 ഉണ്ട്. പിന്നെ ഒരു താമരമാല ഇങ്ങനെ മുകളിൽ ഉണ്ട്. അങ്ങനെ നല്ല ആ ഒരു കാഴ്ച. എന്താ ഒരു രസം എന്നറിയോ. ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിൽ കളഭം കൊണ്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ വെണ്ണക്കണ്ണൻ ഓടക്കുഴലും താമരപ്പൂവും പിടിച്ച് നിൽക്കുന്ന ആ കുട്ടിയാണ്, പൊന്നുണ്ണിയാണ്. കാണുക എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ വന്ന് നിൽക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയും കൊണ്ട് കാണുന്ന കാഴ്ചയാവുക. എല്ലാവരും അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചോളൂ കേട്ടോ. അങ്ങനെ വന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുക. അതേപോലെ ആ തിടപ്പള്ളി, ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി, അവിടെ നോക്കി തൊഴുത് പിന്നെ തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മളങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതേപോലെ തന്നെ നേരെ നമ്മൾ വന്ന് ഗണേശൻ്റെ അവിടേക്ക് വരികയാണ്. ഗണേശനൊക്കെ നല്ല രസമായിട്ടുണ്ടല്ലോ.
നന്നായിട്ടുള്ള ചാർത്താണ്. ഇന്നുകൊണ്ട് കേട്ടോ പീലി വെച്ചിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് മുഖമൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ചന്ദനമൊക്കെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടുണ്ട്. അതേപോലെ ധാരാളം മാലകളുണ്ട്. ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്, പഴുത്ത കദളിപ്പഴമുണ്ട്, മഞ്ഞ പട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ധാരാളം അർച്ചന പൂക്കളുണ്ട്. ചെവിയും തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെവിമിൽ കാതിപ്പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ വട്ട പൊട്ടൊക്കെ ഉണ്ട്. നല്ല രസം. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ആറയിലേക്ക് നോക്കുക. ആ സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ 2 മാലയാണുള്ളത്. വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതുകൊണ്ട് തെച്ചിയും കൂടിയും കൂടിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വരുന്നത് കോർണറിലെത്തിയിട്ട് മായാദേവീനെയും ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങുക. അപ്പോൾ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വാമന രൂപത്തെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ കാണുന്നത് നേരെ നമ്മൾ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. ഇന്നലെ നമ്മൾ അനന്തപത്മനാഭൻ്റെ അടുത്തായിരുന്നു. അതൊക്കെ അപ്പോൾ ഇവിടെ അനന്തപത്മനാഭനെ കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ നല്ല മാലകൾ, ബ്രഹ്മാവിന് നല്ലൊരു മാല ഉണ്ട്. അതേമാതിരി മഹാലക്ഷ്മി ദേവിക്കുണ്ട്. പിന്നെ താമര ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ട്. കുറേ മുകളിൽ നിറയെ തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണനെ കാണാം. കണ്ണനെ കണ്ട് അവിടെ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ അവിടെ നിറയെ ഭസ്മമുണ്ട്, അവിടെയും കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കൂവളമാലയുണ്ട്, ഒരു ചെറിയ നാരങ്ങമാലയുണ്ട്, കുറച്ച് കുങ്കുമമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടേക്ക് വരിക. അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ ഇറങ്ങി നിന്നാൽ, പടിഞ്ഞാട്ട് നിന്നാൽ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെയും തൊഴുത് നമ്മൾ കിഴക്കോട്ട് വരുമ്പോൾ മണിക്കിണർ നോക്കി തൊഴുക. അതേപോലെ ആ നൃത്താറ, കണ്ണൻ്റെ നൃത്താറയിൽ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെ തൊഴുക. എന്നിട്ടിങ്ങനെ ആ കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് അതിയനെങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പിന്നെ പ്രസാദ കൗണ്ടറിൽ ചെന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ഭഗവതിയുടെ അടുത്തേക്ക് എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ തിരക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയാൽ മുഖമൊക്കെ ഇങ്ങനെ ചാർത്തി വരുന്നു. നന്നായിട്ട് നല്ല അലങ്കാരം ആയിട്ട് വരുന്നുണ്ട്. കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ട് നല്ല വലിയൊരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചുവന്ന പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ നിറയെ പൂക്കളാട്ടോ, അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. പിന്നെ മുകളിലൊക്കെ തെച്ചിപ്പൂവിൻ്റെ മാലകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അർച്ചന ധാരാളം നടന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കാണാം. അപ്പോൾ നമ്മളെല്ലാവരും ആ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ, നമ്മുടെ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ.
അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വരുമ്പോൾ കോർണറിലെത്തിയിട്ട് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ വിചാരിക്കുക, മനസ്സിൽ മമ്മിയൂരപ്പനെ സ്മരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം സ്മരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച പോലെയാവും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ആൾ രൂപത്തിൻ്റെ അവിടെയൊക്കെ ആളുകളുണ്ട്, അവിടെയൊക്കെ തിരക്കാണ്. അതേപോലെ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ വാരുന്ന അവിടെയൊക്കെ കുട്ടികളും വലിയവരൊക്കെ വാരുണ്ട്. ധാരാളം വിളക്ക് എന്ന് നെയ് വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വലുതും ചെറുതുമായിട്ടുള്ള അതൊക്കെ കണ്ട് നമ്മൾ നേരെ ആ ദീപസ്തംഭം, അതായത് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. നമുക്ക് ആ വെണ്ണക്കണ്ണനെ, താമര പിടിച്ച് നിൽക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാൻ വേണ്ടി ഒന്നുകൂടി നോക്കുക, എന്നിട്ട് നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ കൂത്തുമാടത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തുമാടത്തിൻ്റെ അവിടെ വരുമ്പോഴും ആ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്, അവിടേക്ക് നോക്കിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നേരെ അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അവിടെ അതാ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, കറുത്ത പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, വെളുത്ത പാവ് കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ വലിയൊരു മാല, കാശിമാല കാണാണ്ട്. പിന്നെ പൊട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്, വട്ടത്തിൽ പൊട്ടുകൾ, ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്, ചെവിപ്പൂക്കളൊക്കെ ഉണ്ട്. അവിടെയും ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറെ നടയിലെത്തുമ്പോൾ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലിരിക്കുന്ന വേണുഗോപാലിനെ കണ്ട തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. അന്നലക്ഷ്മി ഹാളിൻ്റെ അധികനെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപം കാണാം. അത് കണ്ട് തൊഴുക. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ നാരായണാലയത്തിൻ്റെ അവിടെ വരിക. അവിടെ അങ്ങനെ കുറച്ച് ദൂരേക്ക് തന്നെ കേൾക്കുന്ന തരത്തിൽ പാട്ട് ഭജനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ കയറിയിട്ട് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് വരിക. അങ്ങനെ നമ്മൾ ഭഗവതിയുടെ നടക്കിലേക്ക് എത്തി. അവിടുന്ന് നിന്ന് തൊഴുത് പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിലുള്ള അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക, എന്നിട്ട് തൊഴുക. അതിനുശേഷം നമ്മൾ അവിടുന്ന് കൂവളത്തിലെ കാണാം. കൂവളത്തിനെ കാണുമ്പോൾ തെക്കേ നടയിലുള്ള കൂവളത്തിനെ കണ്ട് അവിടെ ചെന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതീദേവീനെയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. അങ്ങനെ ഇന്നത്തെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലക്കാരൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളോട് എല്ലാവരോടും കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പ്രാർത്ഥന ഫലം ചെയ്യുന്നുണ്ട് കേട്ടോ. ജോലി കിട്ടിയെന്ന് പറയണു, വയ്യായ ഭേദമായി എന്ന് പറയണു, വീടായി എന്ന് പറയുന്നു, വിസയുടെ പ്രശ്നം തീർന്നു എന്ന് പറയണു. അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട് നമ്മളോട്. അപ്പം എന്തായാലും നമ്മുടെ പ്രാർത്ഥന കൂട്ടായ ഒരു പ്രാർത്ഥനയായതുകൊണ്ട് അതൊക്കെ ഫലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനൊരാൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഈ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേൾക്കുന്നു എന്നർത്ഥം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ പറഞ്ഞ ആളുകളോട് ഉള്ള പ്രാർത്ഥനിക്കാം. ക്ഷീണ പുണർദം, അവർക്ക് വീട് പണി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സിന്ധുവിൻ്റെ അനിയത്തി ഉത്രട്ടാതി അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്, അത് മാറാൻ വേണ്ടിയിട്ട്. മല്ലികയുടെ മകൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. ശ്യാമ പൂരാടം ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ബിന്ദുഗോപിയുടെ മക്കൾക്ക് കല്യാണം നടക്കാനും ഭർത്താവിന് രോഗശാന്തിക്കുമാണ്. അതേപോലെ നന്ദകൃഷ്ണയുടെ മകൾക്ക് പഠനത്തിൽ മുൻനിരയിലെത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ രാധാമേനോൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊന്ന് ഗീതാറാണി ഭരണി, കുട്ടിയുടെ വയ്യായികയാണ്. ആ കുട്ടിക്ക് തീരെ വയ്യാത്രേ. അതായത് ചെറിയ സംസാരിക്കാനൊന്നും വയ്യാത്ത, നടക്കാനൊന്നും വയ്യാത്തൊരു കുട്ടി. ആ കുട്ടിയുടെ ഭാവി ഇങ്ങനെ നന്നായി, ആ കുട്ടിക്ക് അസുഖമൊന്നും ഇല്ലാതെ ആ കുട്ടി സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ സാമ്പത്തികം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും, കാരണം ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാണ്.
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തിച്ചേരും. ഇനി നമുക്ക് ചെറിയൊരു കഥ പറയാം. ഇന്ന് നമ്മൾ സേതുബന്ധനത്തിനെ പറ്റിയിട്ട് ചെറിയ കഥയാണ്. അതായത് സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ പിന്നെ കാണാൻ ലങ്കയിലാണ് പോയതെന്ന് ഹനുമാൻ പോയപ്പോൾ അറിഞ്ഞു. ഹനുമാൻ കടൽ ചാടിക്കടന്ന് പോയി, അങ്ങനെ അറിഞ്ഞു. അപ്പോൾ മറ്റുള്ള കപിവരന്മാർക്കും ശ്രീരാമനും അതേപോലെ ലക്ഷ്മണനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം വേണം. എങ്ങനെയാണ് അത്രയും വലിയ കടലല്ലേ, എങ്ങനെയാണ് പോവുകയെന്ന് വെച്ചിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വരുണൻ്റെ സഹായം തേടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ശ്രീരാമൻ. 3 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും വരുണം പ്രത്യക്ഷ ആവണില്ല. അപ്പം അതിൽ ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ ശ്രീരാമൻ സമുദ്രം വറ്റിച്ച് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് അസ്ത്രം തൊടുത്തു. അങ്ങനെ സൂര്യൻ മങ്ങി, ഭൂമി വിറച്ചു, കടൽ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു, കടൽ ജീവികളൊക്കെ ഭയന്ന് ഉയർന്നു വന്നു. ദിക്കുകളൊക്കെ മുഴുവനും ശോഭ വരുത്തി ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിക്കാൻ കാഴ്ച ദ്രവ്യങ്ങളായ രത്നങ്ങളുമായി വന്ന് വരുണൻ ശ്രീരാമനെ സ്തുതിച്ചു. കാരണം എന്താ വെച്ചാൽ പേടിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഉദ്ദേശമായില്ലേ. പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, ഒന്നും തനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് പറയുന്ന ഉപായമാണ്, വിശ്വകർമാവിൻ്റെ മകനായ നളൻ്റെ നിർദ്ദേശപ്രകാരം അണ കെട്ടിയിട്ട് ലങ്കയ്ക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നളൻ്റെ നേതൃത്വത്തിൽ വാനന്മാരെ കല്ലും മരങ്ങളൊക്കെ വിട്ട് അണ കെട്ടി തുടങ്ങി. 5 ദിവസം കൊണ്ട് സേതു ബന്ധിച്ചിട്ടാണ് എല്ലാവരും സേതുബന്ധനത്തിൻ്റെ ലങ്കയിലേക്ക് എത്തിയത്. വാനരന്മാർ പിടിച്ചു വെച്ച രാവണദൂതനായ ശുഗനെ രാമൻ പറഞ്ഞത് പ്രകാരം മോചിപ്പിച്ചു. ശുഗനോട് രാവണൻ വൈകാനുള്ള കാരണം അന്വേഷിച്ചു. അപ്പോൾ കിഷ്കിന്ധയ്ക്ക് തിരിച്ചു പോകാൻ സുഗ്രീവനോട് പറഞ്ഞപ്പോൾ വാനരന്മാർ കയ്യേറ്റം ചെയ്ത കാര്യം ശുഗം അറിയിച്ചു. ദൂതനെ വധിക്കരുതെന്ന് രാമൻ പറഞ്ഞതോടാണ് തന്നെ സ്വതന്ത്രനാക്കിയതെന്ന് പറഞ്ഞു. സീതയെ കൊണ്ടുവരാൻ കാണിച്ച ബലം അവരെ തിരിച്ചു നൽകാനോ യുദ്ധം ചെയ്യാനോ കാണിക്കണമെന്ന രാമൻ്റെ നിർദ്ദേശം ശുഗൻ രാവണനെ അറിയിച്ചു. അപ്പോൾ ഭൂമി കുലുങ്ങുമാറ് നടക്കുന്ന 67 ലക്ഷം വാനര് പുറകെ സൈന്യവും സീതയെ തിരിച്ചു നൽകിയില്ലെങ്കിൽ ശ്രീരാമഹസ്തം കൊണ്ട് ലങ്കാപുരിയും രാവണകുലവും നശിക്കും എന്നൊക്കെ ഉപദേശിച്ചു. സീതയെ തിരിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ രാമചിന്തയിൽ രാമമോക്ഷം, അതായത് സായുജ്യം നേടി ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. ശുഗൻ്റെ ഉപദേശം കേട്ട് ഇഷ്ടപ്പെടാത്ത രാവണൻ, അതായത് മുമ്പ് ചെയ്ത ഉപകാരത്തിൻ്റെ പേരിൽ കൊല്ലാതെ വിടുകയാണ് നിന്നെ എന്ന് പറഞ്ഞിട്ട് ആ ശുഗനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആണ് ആ ഒരു കഥയുടെ ഇത്. എങ്ങനെയായാലും സേതുബന്ധനം കഴിഞ്ഞു. പിന്നെ സേതുബന്ധനം കഴിഞ്ഞ് ശ്രീരാമനും സംഘമൊക്കെ ആയിട്ട് അവിടെ ചെന്ന് ലങ്കയിൽ ചെന്ന് ജാനകിയെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ അറിയാലോ. ഇനി നമുക്ക് കുറേശ്ശെ പറയാട്ടോ. അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അതുപോലെ തന്നെ ആ കല്ലിന് ഇന്നും നമ്മൾ ചെന്ന കന്യാകുമാരിയിൽ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ചിറകെട്ടിയ സ്ഥലം കാണാം. ധനുഷ്കോടിയിലാണ് ശരിക്കും അതിൻ്റെ കല്ലും അന്ന് ഉണ്ടാക്കിയിരുന്ന കല്ലും. അതായത് അന്ന് വെള്ളത്തിലിടുന്ന കല്ലൊക്കെ താന്നു പോവായിരുന്നല്ലോ. അപ്പോൾ അവർ ശ്രീരാമ രാമ രാമ എന്നിങ്ങനെ എഴുതിയിട്ടാണ് കല്ലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൊന്തി നിന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ന് നമുക്കവിടെ ചെന്നാലൊക്കെ കല്ല് കാണാൻ കഴിയും. ആ കല്ല് വെള്ളത്തിലിട്ടാൽ പൊന്തി നിൽക്കുന്ന പോലെ തന്നെ കാണാം. അങ്ങനത്തെ കല്ലുകളുണ്ട്. എന്തായാലും അതൊക്കെ സത്യം തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.